കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്? എനിക്ക് തോന്നുന്നു 1, 1.5 ആഴ്ചയിൽ കൂടുതലായിട്ടുണ്ട് നമ്മൾ കണ്ടിട്ട്. അപ്പം നിങ്ങളൊക്കെ എന്നെ മറന്നുപോയോ? ഞാൻ വീഡിയോ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ ഇഷ്ടം പോലെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുകയാണ്. ഞാൻ കുറച്ച് ഒരു 1, 1.5 ആഴ്ചയായിട്ട് റിയലി ബിസി ആയിരുന്നു. കാരണം എനിക്ക് അതിൽ നിന്നും വിട്ടുപോരാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഞാൻ ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് വരാനോ ഒന്നും പറ്റാണ്ട് പോയത്. പക്ഷെ മനസ്സ് മുഴുവനും നിങ്ങളായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇംഗ്ലീഷ് അതിൻ്റെ ഏറ്റവും ബിഗിനിങ് ലെവൽ, ഏറ്റവും തുടക്കത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. കാരണം കുറേ പേർക്ക് അറിയാം ഇംഗ്ലീഷ് എന്താണ്, എങ്ങനെയാണെന്നൊക്കെ അറിയാം. പക്ഷെ അതിൻ്റെ തുടക്കം മുതൽ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ തുടക്കം മുതൽ അങ്ങ് തുടങ്ങുകയാണ്. ഒന്നും അറിയത്തില്ലാത്തവർ മുതൽ ഇന്ന് അങ്ങോട്ട് ജോയിൻ ആവുക. അതേപോലെ തന്നെ കുട്ടികൾ ഇന്ന് നമ്മുടെ ഈ വെക്കേഷൻ ടൈമിൽ വെറുതെ ഒന്ന് സമയം കളയാതെ കുട്ടികൾ അങ്ങനെയുള്ളവരെല്ലാവരും ഇന്ന് മുതൽ ജോയിൻ ആവുക. വെറുതെ കേട്ടിരിക്കുകയും ചെയ്യരുത്. ബുക്കും പെന്നും എടുത്തിട്ട് നിങ്ങൾ എഴുതി പഠിക്കുകയും കൂടെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴെന്താണെന്നറിയോ, പല ഗുണങ്ങളുണ്ട്. നമ്മൾ കുറേ ക്ലാസ്സുകൾ അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഗ്രാമറിൻ്റെ ഒരു വലിയ നോട്ട് തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള നൈബർ കുട്ടികൾക്കോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനും ഇത് ഉപകരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് നിങ്ങളൊക്കെ യൂഷ്വലി എല്ലാവരെയും വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടെൻസസ്. ഇതാണ് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ടെൻസസ് പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് അറിയാതെ നമുക്ക് ഒരിക്കലും ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അടുത്ത് ഓൺലൈൻ ക്ലാസ്സസിന് ജോയിൻ ആകുന്ന എല്ലാവർക്കും ടെൻസസ് അറിയുമ്പോൾ എന്താണെന്നോ ആ സെൻറ്റൻസ് നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ അങ്ങ് പറയും. പക്ഷേ അതിനെ ഒന്ന് നമ്മൾ എലാബറേറ്റ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് പറയണമെങ്കിൽ ഈ പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് വേണം. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് പാർട്സ് ഓഫ് സ്പീച്ച്. നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക, പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ കുട്ടികളും മുതിർന്നവരും ഇംഗ്ലീഷ് ഒട്ടും തന്നെ അറിയില്ലാത്തവരും ഒക്കെ ഇന്ന് മുതൽ തന്നെ തുടങ്ങുക കേട്ടോ. അപ്പോൾ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? നമ്മുടെ ഇംഗ്ലീഷ് സെൻറ്റൻസ് അതല്ലെങ്കിൽ മലയാളം സെൻറ്റൻസ്, ഏത് സെൻറ്റൻസുകളാണ് എങ്കിലും അതിൽ പല വാക്കുകൾ കൂടി ചേരുമ്പോഴാണ് അതെല്ലാം എന്തായി മാറുന്നത്, ഒരു മീനിങ് സെൻറ്റൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഓരോ വാക്കും അതിൽ പ്ലേ ചെയ്യുന്നത് പല പല രൂപത്തിലാണ്. അപ്പോൾ അതിന് ആഡ്വേർബ് വേണം, അല്ലെങ്കിൽ അതിൽ വേർബ് വേണം, അല്ലെങ്കിൽ സബ്ജക്റ്റ് വേണം, പ്രിപ്പോസിഷൻ വേണം. ഇങ്ങനെ ഓരോ വാക്കുകൾക്കും പല റോളാണ് ഒരു സെൻറ്റൻസിലുള്ളത്. അപ്പോൾ ഈ റോളുകൾക്കൊക്കെ പറയേണ്ടതാണ്, ഈ വേർഡ്സ് പ്ലേ ചെയ്യുന്ന റോളുകൾക്ക് പറയുന്ന പേരാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് എത്ര എണ്ണം ഉണ്ട്? ഇത് കുട്ടികൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. 8 തരമാണ്, 8 ടൈപ്പാണ് പാർട്സ് ഓഫ് സ്പീച്ച് ഉള്ളത്. ഏതൊക്കെയാണ്? അപ്പോൾ ഏതൊക്കെയാണ് എന്ന് നമ്മളിങ്ങനെ വഴിയെ പഠിക്കാൻ പോവുകയാണ്. 8 പാർട്സ് ഓഫ് സ്പീച്ച്: നൗണുണ്ട്, പ്രൊനൗണുണ്ട്, പ്രിപ്പൊസിഷൻ ഉണ്ട്, അഡ്വേർബ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, കൺജങ്ഷൻ ഉണ്ട്, ഇന്റർജങ്ഷൻ ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മളിത് ഓരോന്നുമായി പഠിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഇംഗ്ലീഷ് സെൻറ്റൻസിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗൺ. ഒന്നാമത്തെ ആളാണ് നൗൺ. നിങ്ങൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് എഴുതുക, അതിൻ്റെ അടിയിൽ ഒന്നാമത്തെ ആൾ എഴുതുക, നൗൺ. എന്താണ് നൗൺ? ഇപ്പോൾ കുട്ടികളെ കേൾക്കുന്നെങ്കിൽ കുട്ടികൾ പറയും വ്യക്തികളുടെ പേരിനാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നതെന്ന്. വ്യക്തികളുടെ പേരിന് മാത്രമല്ല, നൗൺ എന്ന് പറയുന്നത് വ്യക്തികളുടെ പേരാകാം, സ്ഥലത്തിൻ്റെ പേരാകാം, സാധനങ്ങളുടെ പേരാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു ആശയമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ആ പേരുകൾക്കെല്ലാം നമ്മൾ പറയുന്നത് എന്താണ്? നൗൺ. അപ്പോൾ നൗൺ എന്ന് പറയുന്നത് എന്താണ്? നെയിം എന്തും കേട്ടാൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? നൗൺ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ പേഴ്സൺ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ടീച്ചർ ആരാണ്? ഒരു വ്യക്തിയാണ്. പിന്നെ നമുക്ക് പറയാം ജോൺ എന്ന് പറയുന്ന ആളാരാണ്? ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് പേഴ്സണിനകത്ത് ഇതൊക്കെ പെടുത്താം. പിന്നെ നമ്മൾ പ്ലേസ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്ലേസ് പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജ് പറയത്തില്ലേ, ഒരു പ്ലേസ് ആണ്. പിന്നെ നമ്മളെന്താ തിങ്സ് ഒക്കെ പറയാം. തിങ്സ് സാധനങ്ങൾ, പെന്ന്, ബുക്ക്, ഇങ്ങനെ എന്താണോ ആ പേരുകൾക്കെല്ലാം നമ്മൾ പറയുന്നതാണ് നൗൺ എന്നുള്ളത്. ഇപ്പം ഈ നൗൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവരും പറഞ്ഞു. പക്ഷേ നൗണുകൾ തന്നെ പലതുണ്ട്.
നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് നൗണുകളാണ്. നമ്മൾ ഒരു 2-3 നൗണും കൂടെ കേട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന നൗണാണ് കോമൺ നൗൺ. നിങ്ങൾ നൗൺ എന്ന് കോമൺ മെയിൻ കെട്ടിങ് എടുത്താൽ കോമൺ നൗൺ. കോമൺ എന്ന് കേട്ടാൽ തന്നെ എന്തെന്നാണ് നമ്മൾ പറയുന്നത്? കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു സാധാരണ ഒരു വിഭാഗത്തിന് പറയുന്ന ഒരു പേര്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബോയ് എന്ന് പറയുന്നത് എന്താ? ആ ആൺകുട്ടികളെ മൊത്തം നമ്മൾ പറയണതാണ് ബോയ്, ദാറ്റ് ഈസ് കോമൺ നൗൺ. പെൺകുട്ടികളെ മൊത്തം നമ്മൾ പറയണതാണ് ഗേൾ. അപ്പോൾ ഒരു സമൂഹത്തെ മൊത്തം, ഇപ്പം നമ്മൾ ടീച്ചർമാരാണെങ്കിൽ ടീച്ചർ എന്ന് പറയുന്നത് എല്ലാ ടീച്ചർമാരെയും കൂടി ഒന്നിച്ച് ചേർത്ത് വെച്ച് പറയണതാണ് ടീച്ചർ. അതുപോലെ തന്നെ നമ്മൾ ഡോഗ്, എല്ലാ പട്ടികളെയും എല്ലാ നായ്ക്കളെയും കൂടെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് വെച്ച് പറയേണ്ടതാണ് ഡോഗ്. അങ്ങനെ ഒരു സമൂഹത്തെ മൊത്തത്തിൽ, ഒരു കൂട്ടത്തെ മൊത്തത്തിൽ പറയുന്ന പേരാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് തെറ്റിപ്പോയില്ല. അതിനെയാണ് അപ്പം നമ്മൾ പറയും ദ ബോയ് ഈസ് പ്ലേയിങ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ബോയ് എന്നുള്ളത് എന്താണ്? ഒരു നൗൺ ആണ്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അത് ഏത് ടൈപ്പ് ഓഫ് നൗൺ ആണ്? അപ്പോൾ നിങ്ങളത് പറയാൻ പഠിക്കണം. എല്ലാ ആൺകുട്ടികൾക്കും നമ്മൾ പഠിച്ചത് ബോയ്, അത് കോമൺ നൗൺ ആണ്, ഓർത്ത് വയ്ക്കണം. അത് കോമൺ നൗൺ ആണ്. ബോയ് എന്നുള്ളത് കോമൺ നൗൺ ആണ്. ഇനി ഐ സോ എ ഡോഗ്. ഞാൻ ഇതിനകത്ത് നൗൺ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ പറയും ഡോഗ് നൗൺ ആണ്. പക്ഷെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ് അത് എന്ത് നൗൺ ആണ്? അത് കോമൺ നൗൺ ആണ്. ക്ലിയർ ആയോ? ഇനി നമ്മൾ ബി എന്ന് നിങ്ങൾ എഴുതുക. അടുത്തത് എഴുതുക പ്രോപ്പർ നൗൺ. നമ്മൾ കോമൺ നൗൺ പഠിച്ചു, ഒരു മൊത്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് കോമൺ നൗൺ. ഇനി പ്രോപ്പർ നൗൺ എന്താണ്? പ്രോപ്പർ. നമ്മൾ ചോദിക്കും എവിടെയാണ് അതിൻ്റെ പ്രോപ്പർ പ്ലേസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്ഥലം എവിടെയാണ്. അതായത് ഓരോ നൗണുകൾക്കും നമ്മൾ കൃത്യതയോട് പറയുന്ന പേരുകൾക്കാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. എന്ത് നൗൺ? പ്രോപ്പർ. കൃത്യമായിരിക്കണം അത്. ഇപ്പം നമ്മൾ ഡോഗ് എന്ന് പറഞ്ഞു. ഡോഗ് എന്ന് പറയുന്നത് എന്താ? ആ ഗ്രൂപ്പാണ് നമ്മൾ പറഞ്ഞത് ഡോഗ് എന്ന് പറയുന്നത്. പക്ഷെ പ്രോപ്പർ നൗൺ ആവണമെങ്കിൽ ഡോഗ് ഒരു പ്രോപ്പർ നൗൺ അല്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആ ഡോഗിനൊരു പേരുണ്ട്. എന്താണ്? ജൂലിയ. അതൊരു പ്രോപ്പർ നൗൺ ആണ്. ആ ഡോഗിൻ്റെ പേരാണ് അവിടെ പ്രോപ്പർ നൗൺ. മോള് നമ്മൾ പറഞ്ഞു ബോയ് എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. പക്ഷേ ബോയ് എന്താണ്? കോമൺ നൗൺ ആണ് അല്ലേ? എല്ലാവരെയും കൂടി ഒന്ന് ചേർത്ത് പറഞ്ഞാൽ അതൊരു പ്രോപ്പർ നൗൺ ആകണമെങ്കിൽ ഒരു വ്യക്തിയെ മാത്രമായിട്ട് നമ്മൾ അവിടെ പറയണം അല്ലേ? അവിടെ നമുക്ക് പറയാം രാഹുൽ എന്ന് പറയാം. രാഹുൽ എന്താണ്? പ്രോപ്പറായിട്ടുള്ള ഒരാളുടെ പേരാണ്. ഒരു ബോയിയുടെ പേരാണ് രാഹുൽ എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആ സ്ഥലത്തിന് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ആ തിങ്സ് എന്താണോ കൃത്യതയോടെ നമ്മൾ നൽകുന്ന പേര്, അതാണ് എന്ത്? പ്രോപ്പർ നൗൺ. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ കോമൺ നൗൺ എന്താണ്? പ്രോപ്പർ നൗൺ. ഇന്ന് നമ്മൾ 2 നോണേ മാർച്ചിൽ കുറച്ച് ക്ലാസ്സുകളെ നിങ്ങൾക്ക് തരുന്നുള്ളൂ, കേട്ട് പഠിക്കണം. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ്, നൗൺ എന്താണ്, നൗണിൽ കോമൺ നൗൺ എന്താണ്, പ്രോപ്പർ നൗൺ എന്താണെന്ന് പഠിച്ചു. ഇത് കുട്ടികൾക്കൊക്കെ വളരെ പ്രയോജനപ്പെടും. ഈ അവധിക്കാലം വെറുതെ കളയരുത്. അപ്പോൾ നിങ്ങളിത് കേട്ട് ബുക്കിൽ എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏപ്രിൽ 1-ാം തീയതി മുതലാണ് ഞാൻ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ചില തിരക്കുകളൊന്നും കാരണം എനിക്കതൊന്നും നടന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ തിങ്കളാഴ്ച മുതൽ ആ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയും കുട്ടികൾ ജോയിൻ ആകാനുണ്ട് എങ്കിൽ 4-ാം ക്ലാസ് 4th ഗ്രേഡ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കുട്ടികളും നമ്മുടെ അടുത്ത് ജോയിൻ ആവുക. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് എടുത്ത് തരുന്നതാണ്. ഗ്രാമർ ക്ലാസ് ആണ് കേട്ടോ. പാർട്സ് ഓഫ് സ്പീച്ച്, ടെൻസസ്, സെൻറ്റൻസ് സ്ട്രക്ചർ, ക്വസ്റ്റ്യൻ മേക്കിംഗ് മുതലായ മുഴുവൻ കാര്യങ്ങൾ, നെഗറ്റീവ് സെൻറ്റൻസ്, ഇതെല്ലാം ഞാൻ എടുത്തു തരുന്നതാണ്. ഒരു 30 ദിവസത്തെ ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ചയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങളതിൽ ബന്ധപ്പെടുക കേട്ടോ. പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നീട്ടി വെച്ചത് ഞാൻ പറഞ്ഞല്ലോ, ചില തിരക്ക് എന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്തേ തുടങ്ങാത്തത്? ചില തിരക്കുകൾ കാരണം എനിക്ക് പറ്റിയില്ല, അതാണ് പറ്റിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.